ഹായ് എവരിവൺ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളവിടെ ഒരു പോയിന്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഒരു സിസ്റ്റത്തിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മുഴുവൻ ഹീറ്റും ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. കാരണം we know that delta U is equal to Q plus P delta V, since P delta V is equal to 0 because we are carrying the process at constant volume, so delta U will be QV. ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മളൊരു സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് മുഴുവനും മറ്റൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടീൻ്റെ ചേഞ്ചാണ് കാണിക്കുന്നത്. It is nothing other than enthalpy of the system. So let's understand what is enthalpy of a system. Suppose നമ്മൾ ഒരു സിസ്റ്റത്തിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിപ്പിക്കുകയാണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ വോളിയത്തിൽ ചേഞ്ച് വരും. കൺസിഡർ വോളിയം വി എയിൽ നിന്ന് വി ബി ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം W is equal to മൈനസ് പി ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇവിടെ വി ബി മൈനസ് വി എ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. സോ W can be written as negative P into VB minus VA. According to first law of thermodynamics, we know that change in internal energy of a system is the sum of heat transfer and work done by the system. So delta U can be written as Q plus W. Delta U can be rewritten as UB minus UA, internal energy of the final minus initial, and we are going to substitute the term W with negative P into VB minus VA. So we will have the equation UB minus UA is equal to Q minus P into VB minus VA. ഇനി പി വി ടേമിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് വി വിൽ ഹാവ് യു ബി മൈനസ് യു എ പ്ലസ് പി വി ബി മൈനസ് പി വി എ. ഇനി നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൻ്റെ ഇൻറ്റേർണൽ എനർജിയും അതുപോലെ തന്നെ വർക്കും ഒരുമിച്ച് എഴുതാൻ പോവാണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഒരുമിച്ച് എഴുതാണ്. സോ ക്യൂ എന്ന് പറയുന്നത് യു ബി പ്ലസ് പി വി ബി മൈനസ് യു എ പ്ലസ് പി വി എ എന്നായിട്ട് മാറും. സോ ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ എനർജിൻ്റെയും അതുപോലെ തന്നെ പ്രഷർ വോളിയം എനർജിൻ്റെയും കൂടെ ഒരു സമ്മാണ് കാണാൻ പറ്റുന്നത്. യു പ്ലസ് പി വി എന്ന് പറയുന്ന ടേം. ആക്ച്വലി ദിസ് ഈസ് എൻതാൽപ്പി. അതല്ലെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് എന്ന് വേണമെങ്കിലും മെൻഷൻ ചെയ്യാം. സോ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് അഡീഷണൽ പ്രഷർ വോളിയം എനർജി. And enthalpy is represented by the uppercase H, and now we know H is equal to U plus PV. Suppose ഒരു റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്ത് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടി. സോ ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പി മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ എൻതാൽപ്പി ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൺസ്റ്റൻറ്റ് പ്രഷറിലൊരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആ സിസ്റ്റത്തിലോട്ട് പോകുന്ന എല്ലാ ഹീറ്റും അതിൻ്റെ എൻതാൽപ്പി ചേഞ്ചിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് എച്ച് പി മൈനസ് എച്ച് എ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി. ആൻഡ് വി ഹാവ് ഓൾറെഡി വൺ ഇക്വേഷൻ ഫോർ ക്യൂ ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് ദി പി വി എനർജി. വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഹിയർ we will be getting delta H is equal to UB minus UA plus P into VB minus VA. That is delta H is equal to delta U plus P delta V. This is an equation we should remember. Based on the enthalpy value, we can classify the reactions into exothermic reactions and endothermic reactions. സോ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള റിയാക്ഷൻസിനെ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കാം. ഇത്തരം റിയാക്ഷൻസിൽ റിയാക്റ്റൻറ്റിൻ്റെ എനർജി പ്രോഡക്റ്റിനേക്കാളും കൂടുതലായിരിക്കും. സോ വൺസ് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉള്ള എനർജി അത് പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യും. സോ ഫോർ എക്സോതെർമിക് റിയാക്ഷൻസ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവായിട്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. In some reactions,
പ്രോഡക്റ്റിൻ്റെ എനർജി ആയിരിക്കും റിയാക്റ്റൻറ്റിൻ്റെ എനർജിനേക്കാളും കൂടുതലായിട്ടുണ്ടാവുക. സോ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് ദേ നീഡ് ടു അബ്സോർബ് സം മോർ എനർജി ഫ്രം ദി സറൗണ്ടിങ്സ്. അതുകൊണ്ട് ഏതെങ്കിലും റിയാക്ഷൻസിൽ ഹീറ്റ് ടേക്കൺ ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻസിനെ നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയാം. അത് നമ്മൾ ഡെൽറ്റ എച്ച് വാല്യൂ പോസിറ്റീവായിട്ട് ഡിനോട്ട് ചെയ്യും. Here I have given an energy level diagram for both exothermic and endothermic reactions. ഫസ്റ്റ് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ റിയാക്റ്റൻസിൻ്റെ എനർജിയാണ് കൂടുതൽ ദാൻ പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെ റിയാക്റ്റൻസിനെ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യണം. ഇനി എൻഡോതെർമിക് റിയാക്ഷൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിയാക്റ്റൻസിൻ്റെ എനർജി കുറവ് ആണ് പ്രോഡക്റ്റിനേക്കാൾ. സോ റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി ഷുഡ് ബി ടേക്കൺ ഇൻ. സോ ഒരു മോള് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഫിസിക്കൽ സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാണ്. സോ ആ സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇഫ് 1 mole of solid is converting into its liquid state, അവിടെ നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്ത് സം എനർജി ഷുഡ് ബി ടേക്കൺ ഇൻ. അതുകൊണ്ട് തന്നെ അവിടെ എൻതാൽപ്പിയിലൊരു ഇൻക്രീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ആൻഡ് വെൻ എ ലിക്വിഡ് ഇവാപ്പറേറ്റ്സ് ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദി സറൗണ്ടിങ്സ്. ദിസ് ഇവാപ്പറേഷൻ ഓഫ് ലിക്വിഡ് ഈസ് accompanied by an increase in enthalpy and it is known as enthalpy of vaporization. Likewise ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കാം എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. And now we understood that കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഒരു സിസ്റ്റത്തിലോട്ട് സപ്ലൈ ചെയ്ത ഹീറ്റ് ഫുള്ള് അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇനി തെർമോഡൈനാമിക്സിൻ്റെ ലോ അനുസരിച്ച് നമുക്കറിയാം കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ അവിടെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ ഇൻറ്റേർണൽ എനർജിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് ദീസ് ടു ഇക്വേഷൻസ് ആൻഡ് വെൻ വി കമ്പൈൻ വി ഹാവ് QP is equal to QV plus P delta V. That is based on what we have studied, you have to do one problem. And we have given the enthalpy of reaction or heat of reaction at constant volume. For the reaction, MCO3 gives MO plus CO2 and the second reaction is the combustion of methane. And the value for enthalpy of reaction or heat of reaction is negative 88.5 kilojoule measured at 298 Kelvin. So we have been asked to calculate the heat of reaction at constant pressure. They have given the heat of reaction at constant volume and now we have to calculate the heat of reaction at constant pressure. And I am providing one hint over here. Try to solve it yourself. Thank you.